ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് പറയാൻ പോകുന്നത് ഓപ്പറേഷൻ വാലന്റൈൻ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആവറേജ് മൂവി. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് വരുൺ തേജ്, മാനസ് ചില്ലർ, സമ്പത്ത് രാജ്, നവദീപ്, നമ്മുടെ ആര്യ ടൂല നവദീപ്, പിന്നെ അഭിനവ് ഗോമതം ഒക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഒരു ആവറേജ് പടം മാത്രമാണ്. മൊക്ക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരു വേസ്റ്റ് പടം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ടിപ്പിക്കൽ ആക്ഷൻ ഫിലിമാണ്. പടത്തിൽ അഭിനയിച്ചവരുടെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയാനാണ്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ടിപ്പിക്കൽ ഒരു ഫൈറ്റർ സിനിമ കണ്ടിരിക്കുന്നവർക്ക് ഇരുന്ന് പെട്ടെന്ന് കഥ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനാണ് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ പിന്നെ ഇൻ്റർവെല്ലാകുമ്പോഴത്തേക്കും സ്റ്റോറി ഇടയ്ക്കൊന്ന് ചേഞ്ച് ആയോ എന്ന് വിഷ്വൽസ് ഇടയ്ക്കൊന്ന് ചേഞ്ച് ആയോ എന്ന് സംശയമുണ്ട്. കാരണം സെക്കൻഡ് ഹാഫിൽ വിഷ്വൽസ് പോരാ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അത്രയ്ക്കും സോണി പിക്ചേഴ്സാണ് ഈ സിനിമയുടെ വിഷ്വൽസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്താണ് സോണി പിക്ചേഴ്സ് കാണിച്ചു വെച്ചിരിക്കണമെങ്കിൽ കീഴാളെ മനസ്സിലായിട്ടില്ല. കാരണം അമ്മാതിരിയോളെ വിഷ്വൽസ് സെക്കൻഡ് ഹാഫിൽ, അമ്മാതിരിയോളെ എഫക്ട്സ് ആണ് സെക്കൻഡ് ഹാഫിൽ കൊടുത്ത് ചെയ്യണത്. സോണി പിക്ചേഴ്സൊക്കെയാണ് ഇതിൻ്റെ വിഷ്വൽസ് ഏതിരിക്കണമെന്ന് ആൾക്കാരെന്തെങ്കിലും കേട്ടാൽ സത്യമാണ് സോണി പിക്ചേഴ്സിനെ ചവിട്ടി കൂട്ടും തെലുങ്കന്മാർ. അമ്മാതിരിയോളെ വിഷ്വൽസാണ് കൊടുത്തിരിക്കണത്. പിന്നെ ഇങ്ങനെ നല്ല സ്റ്റോറിയാണ്. വരുൺ തേജ് മാക്സിമം അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെന്നൊക്കെ പിന്നെ നവദീപ് ക്യാമിയോ ആണ്, അവനും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ രുഹാൻ ശർമ്മ സിനിമയിലുണ്ട്. രുഹാൻ ശർമ്മനെ അറിയില്ല, കമിത സിനിമ ഉണ്ട് ആദ്യം, നമ്മുടെ അജു വർഗീസിൻ്റെ അതിൽ നായികയായിട്ട് വന്നവളാണ്. അവൾ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില വെറുപ്പിക്കലുകയാണ്. പിന്നെ ആകെയുള്ളവരൊന്നും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടില്ല. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സോണി പിക്ചേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾ ശക്തി പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ഒരാളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡയറക്ഷനും ബ്രില്യൻസ് ആണ്. ഡയറക്ടർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് മാനുഷ് ചില്ലറിന് എടുത്ത് കളയായിരുന്നു വിചാരിക്കണം. കാരണം മാനുഷ് ചില്ലർ വലുതായിട്ട് നല്ലതായിട്ട് അഭിനയിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഇടയ്ക്ക് ഇരുട്ടാണ് കേട്ടോ ഇത് വീഡിയോ, അതിന് എനിക്ക് സോറി പറയുന്നു. കറണ്ടില്ല, അതുകൊണ്ടാണ് ലൈറ്റ് ഇടാൻ പറ്റണില്ല. പിന്നെ ഈ സിനിമ ബാക്കിയുള്ളവർക്ക് എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്നൊന്ന് പറയണം. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു പുതിയൊരു സ്പൂഫ് യൂണിവേഴ്സിൻ്റെ ആരംഭമാണോ സോറി ആണോ സംശയമുണ്ട്. കാരണം ഒരുപാട് ഇപ്പോൾ ഫൈറ്റർ എത്ര നല്ല പടമെന്ന് അറിയാം. പുൽവാമ അറ്റാക്കും പിന്നെ ഓപ്പറേഷൻ ബന്ദറൊക്കെ നല്ലതായിട്ട് കാണിച്ചൊരു സിനിമയെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ട്രൂ ഇവൻസാന്ന് ഒരു ട്രെയിലറിൽ കാണിച്ചിരുന്നെങ്കിൽ ഓക്കെ. ഇത് ട്രൂ ഇവൻസാന്ന് പറഞ്ഞ് സിനിമയുടെ ഗ്ലിംസ് തൊട്ട് അടി വാങ്ങിയ പടമാണ്. അടി വാങ്ങിയതാണെന്ന് തോന്നുന്നു. സോണി പിക്ചേഴ്സൊക്കെയാണ് വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം ഇവിടുന്ന് തിയേറ്ററിൽ പോയന്മാരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് കാരണം പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. നീ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല, കാരണം എക്സാം നടക്കുകയായിരുന്നു. എന്തായാലും ഈ പടം കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. പിന്നെ അത് നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു. നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ എന്തോ അടപ്പുണ്ട്, ഏതോ രീതിയിൽ അടപ്പുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്ത് കണ്ടത്, അതുകൊണ്ട് സോറി. എന്നാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടെൽറ്റ, വസ്കസ്.